ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമാപന റാലി ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി പുതുയുഗ യാത്ര തിരുവനന്തപുരത്തിൽ അനന്തപുരിയെ കുളകച്ചാർത്തണിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ തത്സമയ സംപ്രേഷണമാണിത്. സദസ്സിലുമുള്ള UDF-ന്റെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, കാസർഗോഡ് നിന്നും വി.ഡി. സതീശൻ ആരംഭിച്ച പുതുയുഗ യാത്ര ഇന്ന് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പിണറായി വിജയന്റെ സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി ഇന്ന് ഇവിടെ അടിക്കപ്പെടുകയാണ്. ഞാൻ തീർത്തു പറയുന്നു, കേരളത്തിലെ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 110 കുറയാത്ത സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടാവാൻ പോവുകയാണ്. കേരളത്തിലൊരു പുതുയുഗത്തിന് നാന്ദി കുറിക്കുന്നതിനായി കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിജയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് സമാപിക്കുന്ന പുതുയുഗ യാത്രയെ വരവേൽക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ഒരു പ്രസംഗത്തിനുള്ള അവസരമായി ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അത്യധികം ആവേശം തുളുമ്പി നിൽക്കുന്ന ഈ സായാഹ്നത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തൊരു ഭരണം ഉണ്ടാകേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇനി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും വാക്കുകൾ കേൾക്കുന്നതിനായിട്ടാണ് നമ്മളിവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണി ഈ പുതുയുഗ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 10 വർഷക്കാലത്തെ കേരള ഭരണം ഈ സംസ്ഥാനത്തെ എത്രമാത്രം പുറകോട്ട് കൊണ്ടുപോയി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദമായ പഠനവും സർവേകളും നടത്തുകയുണ്ടായി. നമ്മുടെ സമൂഹത്തിന്റെ നാനാ മേഖലകളിലുള്ള ആളുകളുമായി സംവദിച്ചും വിവിധ ജനവിഭാഗങ്ങളുമായി അവരുടെ ആവലാതികൾ കേട്ടും വിവിധ മേഖലകളിലുള്ള വിദഗ്ധരുമായി പ്രത്യേകം കോൺക്ലേവുകൾ സംഘടിപ്പിച്ചും അതിൽ നിന്നൊക്കെ കിട്ടിയ ബഹുമാന്യനായ നമ്മുടെ ജാഥയുടെ ക്യാപ്റ്റൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അവർകൾ വേദിയിലേക്ക് വരികയാണ്. നിങ്ങൾക്കേവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ മേഖലകളിൽ നടത്തിയ കോൺക്ലേവുകളിലൂടെ സ്വരൂപിച്ച അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ വിവിധ ജനവിഭാഗങ്ങളുമായി
വിവിധ തൊഴിൽ മേഖലയിൽപ്പെട്ട ആളുകളുമായൊക്കെ സംസാരിച്ച് കിട്ടിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പുതുയുഗ യാത്രയുടെ ഈ സമാപന സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഇതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ പ്രകടന പത്രികയും വരും ദിവസങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടേതായി പുറത്തിറക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തിൽ ചേർന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ട ദിനങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സമര പോരാട്ടത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അഹമികമിയ പങ്കെടുക്കണമെന്നും സഹകരിക്കണമെന്നും നമ്മൾ ഈ പുതിയുഗ യാത്രയിലൂടെ സംസ്ഥാനത്തേക്ക് വെച്ചിട്ടുള്ള പുതിയ രാഷ്ട്രീയ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുവാനുള്ള പരിശ്രമത്തിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും പ്ലീസ് ആ വലതുവശത്തിരിക്കുന്നവർ ഈ ഭാഗത്തേക്ക് പോകണം. ഈ വലതുവശത്ത് നിൽക്കുന്നവർ ഈ ഭാഗത്തേക്ക് പോകണം. ആരാധ്യനായ രാഹുൽ ഗാന്ധി ഇതാ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി. സമ്മേളനം ആരംഭിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി പ്ലീസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായി UDF ചെയർമാൻ ഈ ജാഥയുടെ നായകൻ ശ്രീ VD സതീശൻ അവരുകളെ ക്ഷണിക്കുന്നു. പ്ലീസ് ഈശ്വര പ്രാർത്ഥന.